ഹായ് ഗൈസ്, അങ്ങനെ നമ്മളിപ്പോൾ മിലനിലാണുള്ളത്. മുഹൈസിനയിലെ എല്ലാ ആൾക്കാരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്പോട്ടാണ് മിലൻ വെജ് റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നത്. അവിടുത്തെ ഒരു ക്രീം ഓഫ് മഷ്റൂം അല്ലേ അല്ലേ ക്രീം ഓഫ് മഷ്റൂം നല്ല ക്രീമിയാണ്. മഷ്റൂംസ് ആണ്. ഇതൊരു വെജ് റെസ്റ്റോറൻ്റ് ആണ്. അപ്പോൾ ഇവിടുത്തെ മഷ്റൂം എങ്ങനെയുണ്ടെന്ന്, മഷ്റൂം സൂപ്പ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇത് കുറച്ച് സ്വീറ്റ് ടൈപ്പാണ്. അപ്പോൾ ഞാൻ കുറച്ച് പെപ്പർ ആഡ് ചെയ്തിട്ടുണ്ട്, കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തത് ഒരു നോർത്ത് ഇന്ത്യൻ പഞ്ചാബി ഡിഷാണ്. അത് താലി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ ഒരു ജീര റൈസ് ഉണ്ട്. ജീരകമൊക്കെ ആഡ് ചെയ്തിട്ടുള്ള നല്ല ഫ്ലഫി ആയിട്ടുള്ള റൈസാണ്. അതിൻ്റെ കൂടെ കഴിക്കാൻ നമുക്ക് പനീറിൻ്റെ ഒരു കറി ഉണ്ട്. പനീർ കറി എല്ലാവർക്കും ഇഷ്ടമുള്ള, അതായത് വെജിറ്റേറിയൻസിൻ്റെ മട്ടൻ എന്ന് പറയുന്ന പോലത്തെ ഒരു നല്ല അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് പനീർ കറി. അപ്പം അത് ജീര റൈസിൻ്റെ കൂടെ കഴിക്കാം. ഈ പനീർ കറി നല്ല സ്പൈസിയാണ്. ഒരു ഇറച്ചിയൊക്കെ കഴിക്കുന്ന പോലത്തെ ഒരു ഫീലൊക്കെ നമുക്ക് കിട്ടും. അപ്പം വെജിറ്റേറിയൻസിൻ്റെ ഫേവറേറ്റ് ആണ്. അതുപോലെ അതിനകത്ത് അടുത്ത് ചപ്പാത്തി ഉണ്ടായിരുന്നു. 2-3 ചപ്പാത്തി വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് കഴിക്കാൻ ദാൽ ഫ്രൈയും കൂടാഞ്ഞിട്ടൊരു വെജിറ്റബിൾ കറിയുണ്ട്. പിന്നെ സ്വീറ്റിനായിട്ടൊരു ഗുലാബ് ജാമുനും തന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു മിക്സ്ഡ് പറാത്ത ഓർഡർ ചെയ്തിരുന്നു. മിക്സ്ഡ് പറാത്ത എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് എന്തൊക്കെയോ സ്റ്റഫ് ചെയ്തിട്ട് അതിനുള്ളിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുന്ന ഒരു ടൈപ്പ് ഓഫ് പറാത്തയാണ്. പനീർ കറി സൂപ്പറായിരുന്നു. അതുപോലെ തന്നെ വെജിറ്റബിൾ കറി. പിന്നെ ദാൽ ഫ്രൈ എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് പൊതുവെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് വലിയ പ്രത്യേകിച്ച് നമ്മുടെ നോർമൽ ദാൽ ഫ്രൈ പോലെ തോന്നി. പിന്നെ നമ്മളുടെ ഈ മിക്സ്ഡ് പറാത്ത വളരെ ടേസ്റ്റി ആയിരുന്നു. അതിനകത്ത് അത് കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മിക്സ് പറാത്ത കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് റൈത്തയും ബീട്രൂട്ട് അച്ചാറും ഉണ്ടായിരുന്നു. അത് വളരെ ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ ഈ മിക്സ് പറാത്ത നമുക്ക് വേറെ കറികളൊന്നും വേണ്ട. ആക്ച്വലി വേറെ കറി കൂട്ടി കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആ ടേസ്റ്റ് മനസ്സിലാവില്ല. അപ്പോൾ അതിനകത്ത് ചീസൊക്കെ വെച്ചിട്ട് ഫില്ലിങ് പലതരം ലീവ്സ്, കൊറിയാണ്ടർ ലീവ്സ്, മിൻറ്റ് ലീവ്സ് ഒക്കെ വെച്ചിട്ട് അവർ സ്റ്റഫ് ചെയ്ത് ഫ്രൈ ചെയ്ത് കുക്ക് ചെയ്തെടുക്കുന്ന ഒരു ടൈപ്പ് ഓഫ് പൊറാത്തയാണത്. അപ്പോൾ ഇത് കഴിക്കാൻ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ റൈത്തയും ബീട്രൂട്ട് അച്ചാറും ഉണ്ട്. ഇത് നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. അപ്പം അതിന് നമുക്ക് സെപ്പറേറ്റ് കറിയുടെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ അത് കൂട്ടി കഴിച്ചാലേ നമുക്ക് ഈ പറാത്തയ്ക്ക് ഉള്ളിൽ സ്റ്റഫ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളുടെ ടേസ്റ്റൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. സോ മൊത്തത്തിൽ ഞാൻ നോക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരുന്നു. നമ്മൾ ഓർഡർ ചെയ്ത 2 ഐറ്റംസ്. ഇവിടെ വെജിറ്റബിൾ എന്ന് പറയുമ്പോൾ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് എന്ന് പറയുമ്പോൾ വളരെ വെറൈറ്റി ഓഫ് ഡിഷസാണ്. നമ്മൾ കൺഫ്യൂസ്ഡ് ആയി പോകും ഏത് ഓർഡർ ചെയ്യണം അവരുടെ മെനു കണ്ടു കഴിഞ്ഞാൽ. അത്രയ്ക്ക്